നമസ്കാരം. വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം സദൃശവാക്യങ്ങൾ 7:2. നീ ജീവിച്ചിരിക്കേണ്ടതിന് എൻ്റെ കൽപ്പനകളെയും ഉപദേശങ്ങളെയും നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചു കൊള്ളുക. യഹോവയുടെ ഓരോ കൽപ്പനകളും ഉപദേശങ്ങളും നമ്മുടെ ഉള്ളിൽ സംഗ്രഹിക്കണം. ആ ഉപദേശങ്ങൾ ചിന്തിച്ച് ആ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് ഈ ഒരു വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏവർക്കും വചന സമീക്ഷയിലേക്ക് സ്വാഗതം. കൽപ്പനകളെക്കുറിച്ചാണ് ഇന്ന് പറഞ്ഞ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. കൽപ്പനകളെക്കുറിച്ചും ഉപദേശങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൽപ്പനകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ബൈബിളിൽ തന്നെ 10 കൽപ്പനകളുണ്ട്. നമ്മൾ ആദ്യം മുതൽ ബൈബിൾ പഠിച്ചു തുടങ്ങുമ്പോൾ സൺഡേ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ആദ്യം പഠിക്കുന്നതാണ് ഈ 10 കൽപ്പനകൾ. അപ്പോൾ ബൈബിൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ 10 കൽപ്പനകൾ. ഇത് അനുസരിക്കുന്നവൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരിക്കും. നമ്മുടെ മരണശേഷം ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും പഴയ നിയമത്തിലും അതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിലും ഈ 10 കൽപ്പനകളെക്കുറിച്ചും വ്യത്യസ്തമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 10 കൽപ്പനകളും എങ്ങനെയാണ് വന്നത്, അതിന് പിന്നിലുള്ള ഒരു സ്റ്റോറി എന്താണ്, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതിനു മുൻപ് നമുക്കൊരു കോൾ വരുന്നുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് കോൾ ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഹായ്, എൻ്റെ പേര് ആൻസി എന്നാണ്. ആൻസി ചേച്ചി, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ കോട്ടയത്ത് നിന്നാണല്ലേ. വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടില് ഹസ്ബൻഡ്, 2 കുഞ്ഞുങ്ങള്. ഹസ്ബൻഡും കുഞ്ഞുങ്ങളും അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദാവീദിന്റെ സഹോദരി സെരൂയയുടെ പുത്രന്മാർ ആരെല്ലാമാണ്? ഒന്നുകൂടെ ചോദിക്കാം. ദാവീദിന്റെ സഹോദരി സെരൂയയുടെ പുത്രന്മാർ ആരെല്ലാമാണ്? അബിഷായി. അതെ, പറഞ്ഞോളൂ. അബിഷായി, യോവാബ്, അസഹേൽ. അതെ, കറക്റ്റാണ് ആൻസർ. അബിഷായി, യോവാബ്, അസഹേൽ. ഓക്കെ. ചേച്ചി പാട്ട് പാടുമോ? അയ്യോ ഇല്ല, പാട്ട് പാടത്തില്ലല്ലേ? ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം. ഹെബ്രോനിൽ വെച്ച് ദാവീദിന് എത്ര പുത്രന്മാർ ജനിച്ചു? ഹെബ്രോനിൽ വെച്ച് ദാവീദിന് എത്ര പുത്രന്മാർ ജനിച്ചു? 6. ഉറപ്പാണോ? 6. ആൻസർ കറക്റ്റ് ആണ്. 6 പുത്രന്മാർ. ഓക്കെ. ഇനി ചേച്ചിക്ക് ബൈബിളിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയാമോ? ദാവീദിനെ കുറിച്ചാണോ? ഓക്കെ. എന്തുകൊണ്ടാണ് ദാവീദിനെ ഇഷ്ടം? ദാവീദ് എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. നല്ല സംഗീതജ്ഞനാണ്. ദൈവത്തിൽ എപ്പോഴും ആശ്രയിച്ചുകൊണ്ടിരുന്ന ഒരു പുരുഷനാണ്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണല്ലേ? അതെ, നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ ദൈവത്തെ കൈവിടാതെ നിൽക്കുക എന്നുള്ളതാണല്ലോ. അതെ. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണല്ലേ ദാവീദിന് ഇഷ്ടം? അതെ. ഓക്കെ. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദാവീദിന്റെ ആദ്യ ജാതൻ ആരായിരുന്നു? ദാവീദിന്റെ ആദ്യ ജാതൻ. അമ്നോൻ. അതെ, കറക്റ്റാണ്, അമ്നോൻ. ഇനി ബൈബിളിലെ ഒരു വചനം പറയാമോ? വചനം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. ഓക്കെ. ഇനി നമുക്ക് അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശരി. അബ്ശലോമിന്റെ മാതാവ് ആരായിരുന്നു? അബ്ശലോമിന്റെ മാതാവ് ആരാണ്? മയഖ. അതെ, കറക്റ്റാണ്, മയഖ. ഓക്കെ. അപ്പോൾ 4 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ടേ.
ഓക്കെ. എന്തായാലും വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓ ശരി. ഓക്കെ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ കോട്ടയത്ത് നിന്നും ആൻസി ചേച്ചിയാണ് വിളിച്ചത്. നല്ലൊരു കോളായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ഈ കൽപ്പനകളെ കുറിച്ച് സംസാരിക്കാം. ദൈവം ഈ കൽപ്പനകൾ മോശ മുഖാന്തരമാണ് ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ജനങ്ങൾക്ക് നൽകിയത്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അടിമകളായിരുന്നൊരു കാലത്ത് ഫറവോൻ്റെ അടിമകളായിട്ട് ഒത്തിരി കാലം, നീണ്ട വർഷങ്ങൾ അവർ ഒരുപാട് ജോലികൾ ചെയ്തു അവിടെ തന്നെയായിരുന്നു. ഇസ്രായേൽ മക്കൾക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവരുടെ സ്വന്തം നാട്ടിലേക്ക് പോകണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി അവർ എന്തിനും തയ്യാറായിരുന്നു. ഒടുവിൽ അവരെ രക്ഷിക്കുവാനാണ് അവിടെ മോശ എത്തുന്നത്. മോശ ഇസ്രായേൽ മക്കളെ രക്ഷിക്കുവാൻ വേണ്ടി ഒരുപാട് വഴികൾ കണ്ടെത്തി. പക്ഷേ അതിലൊന്നും ഫറവോൻ സമ്മതം മൂളിയില്ല. ഒടുവിൽ ഫറവോനെ പരീക്ഷിച്ചു തുടങ്ങി. ആ നാട്ടിൽ ഒരുപാട് ബാധകൾ അയച്ചു. അങ്ങനെ ദൈവം മോശയിലൂടെ കൊടുത്ത ചെറിയൊരു ബാധയിലൂടെയാണ് ആ ഇസ്രായേൽ മക്കളെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുന്നത്. അങ്ങനെ ഇസ്രായേൽ മക്കളെ മോശ രക്ഷപ്പെടുത്തി തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന വേളയിൽ മോശ ചെയ്യുന്ന ഓരോ പ്രവർത്തികളിലും ഈ ഇസ്രായേൽ മക്കൾ പിറുപിറുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് വഴികൾ അലഞ്ഞലഞ്ഞാണ് അവർ എത്തുന്നത്. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇവർ ഒരിടത്ത് താമസിക്കുകയായിരുന്നു. ഈ ഒരു സമയത്താണ് ഈ 10 കൽപ്പനകളെക്കുറിച്ച് ദൈവം മോശയോട് സംസാരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ മോശ 10 കൽപ്പനകൾ ലഭിക്കുന്നതിന് വേണ്ടിയും ദൈവത്തെ കാണുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയും ഒരു മലയുടെ മുകളിലേക്ക് കയറുകയാണ്. അതിനു മുൻപ് മോശ ചില ഉപവാസവും പ്രാർത്ഥനയും ശുദ്ധീകരിക്കലൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിനു മുൻപ് നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എൻ്റെ പേര് സാറ എന്നാണ്. സാറ. ആൻറ്റി എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ വിളിക്കുന്നത് തിരുവല്ലയിൽ നിന്നാണ്. തിരുവല്ലയിൽ നിന്നാണല്ലേ? ഓക്കെ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഞാനും ഹസ്ബൻഡും ഉണ്ട്, പിന്നെ എൻ്റെ ഇളയ മോളും മക്കളും ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്കിന്ന് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പഴയ നിയമത്തിലെ എത്രാമത്തെ പുസ്തകമാണ് 1 ദിനവൃത്താന്തം? എത്രാമത്തെ പുസ്തകമാണല്ലേ? പഴയ നിയമത്തിലെ എത്രാമത്തെ പുസ്തകമാണ് 1 ദിനവൃത്താന്തം? ആലോചിച്ച് നോക്കട്ടെ. വളരെയധികം സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യ ഭാഗത്തുള്ളതാണ്. 13 അല്ലേ? 13 ഉറപ്പാണോ അതോ 12 ആണോ? 13 തോന്നുന്നത്. ആണോ? എങ്കിൽ ആൻസർ കറക്റ്റ് ആണ്. 13ാമത്തെ പുസ്തകം. ഓക്കെ. ആൻറ്റി പാട്ട് പാടുമോ? ഇല്ല, പാട്ടൊന്നും പാടില്ല. പാട്ട് കേൾക്കും. വീട്ടിലിങ്ങനെ നമ്മള് പ്രാർത്ഥിച്ചൊക്കെ പാടുമെന്നല്ലാതെ അങ്ങനെ പാട്ടുകാരിയൊന്നും അല്ല. ആണോ? എങ്കിൽ ചെറുതായിട്ടൊരു പാട്ട് പാടാൻ ആഗ്രഹമുണ്ടോ? വീട്ടിൽ പാടാറുണ്ടല്ലോ. ഒന്നും വരുന്നില്ല, നോക്കട്ടെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന്. പെട്ടെന്ന് ഓർമ്മ വരുന്ന ഏതെങ്കിലും ഒരു പാട്ട്, ഒരു 4 വരി. 4 വരി അല്ലേ? പാടി നോക്കട്ടെ. പാടി നോക്ക്, പ്രശ്നമല്ല. എന്റെ ദൈവത്താൽ അസാധ്യമല്ലൊന്നും, എന്റെ ദൈവത്താൽ സുസാധ്യമാണെല്ലാം. എന്റെ ദൈവത്താൽ അസാധ്യമല്ലൊന്നും, എന്റെ ദൈവത്താൽ സുസാധ്യമാണെല്ലാം. എന്റെ ദൈവം വിട്ടുപോയി. ഓക്കെ, പക്ഷേ കൊള്ളായിരുന്നു കേട്ടോ. അത്ര കിട്ടിയില്ല ബാക്കി. ആണല്ലേ? നല്ല പാട്ടായിരുന്നു. കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. അടുത്ത ചോദ്യം, 1 ദിനവൃത്താന്തത്തിന്റെ ഗ്രന്ഥകർത്താവ് ആരാണ്? ആ പുസ്തകം രചിച്ചത് ആരാണ്? 1 ദിനവൃത്താന്തം
ഇത് രചിച്ചത്. ഗ്രന്ഥകർത്താവ് ആരാ? ആരാണ്? മറ്റിലെ എത്രയല്ലേ? എത്രയാണെന്നാ തോന്നുന്നത്. ആണോ? എങ്കിൽ ആൻസർ കറക്റ്റാണ്. എസ്ര തന്നെയാണ് എഴുതിയത്. ഓക്കെ, അപ്പോൾ ആൻസർ കറക്റ്റ് എസ്രയാണ് കേട്ടോ. ഓക്കെ, ഇനി ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ട ബൈബിളിലെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെക്കുറിച്ച് പറയാമോ? ബൈബിളിലെ കൂടുതലും സങ്കീർത്തനങ്ങളിലുള്ള ദാവീദിനെ പറ്റിയാണ് കൂടുതൽ. നമ്മൾ സങ്കീർത്തനങ്ങൾ കൂടുതൽ വായിക്കുന്നുണ്ട്. ദാവീദ് രാജാവിന്റെ ചരിത്രവും എല്ലാം കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, ഒരു ദാവീദ് എന്ന വ്യക്തിയിലെ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ആന്റിക്ക് ഇഷ്ടം? ദാവീദ് ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളായിരുന്നു. എന്തെല്ലാം പരീക്ഷകൾ വന്നാലും പരീക്ഷണങ്ങൾ വന്നാലും ദൈവത്തിൽ പതറാതെ വിശ്വാസത്തോടെ മുന്നോട്ട് പോയ ഒരാളാണ്. അത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണല്ലേ? കാര്യമാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൊണ്ടാണല്ലേ ദാവീദിനെ, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് കൊണ്ടാണ് ദാവീദിനെ എപ്പോഴും ചിന്തിക്കുകയും ദാവീദ് എന്നൊരു കഥാപാത്രത്തെ ഇഷ്ടം അല്ലേ? ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1 ദിനവൃത്താന്തത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? വളരെ കുറച്ച് അധ്യായങ്ങളാണുള്ളത്. സാധാരണ തീരെ കുറച്ചെന്ന് പറയാനും പറ്റൂല. 20 മേലുണ്ട്. 20 മേലുണ്ട്. 28 29 ഏതെങ്കിലും ഒന്നായിരിക്കാം. ഒന്നാണ്. 29 ആയിരിക്കും അല്ലേ? 29. ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ 28 29 29. അതെ, 29. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. 29 അധ്യായങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ ബൈബിളിൽ യേശു ക്രിസ്തു ചെയ്തിട്ടുള്ള ഒരുപാട് അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു അത്ഭുത പ്രവൃത്തിയെക്കുറിച്ച് പറയാമോ? യേശു രക്തസ്രാവക്കാരി സ്ത്രീ തൊട്ടപ്പം സൗഖ്യമായത്, പിന്നെ കുരുടന് കാഴ്ച നൽകിയത്, അങ്ങനെ ഒത്തിരി ഉണ്ട്. പക്ഷെ ആന്റിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാണ്? ഏറ്റവും കൂടുതൽ ഇഷ്ടം പറഞ്ഞത് രക്തസ്രാവക്കാരിയുടെ വിശ്വാസമാണ്. ആ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ മാത്രമേ അവർ പൊട്ടുള്ളൂ. അവരുടെ ആ വിശ്വാസത്തിന്റെ തീഷ്ണതയാണ് അതിൽ കാണിക്കുന്നത്. അതിൽ നിന്ന് യേശു പെട്ടെന്ന് അറിയുന്നു ഇതിന്റെ ശക്തി പുറപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ആരാണ് എന്നെ തൊട്ടതെന്ന് ചോദിക്കുന്നു. അപ്പൊ അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. മറ്റുള്ളവരെ തലയിൽ കൈവച്ചും കണ്ണില് ചെയ്തും ഒക്കെ നേരിട്ട് അവരുമായിട്ട് സംസർഗം ചെയ്താണ് അവരെ സൗഖ്യമാക്കിയിട്ടുള്ളത് പലരെയും. ഇത് അവരുടെ വിശ്വാസമാണ്. യേശു പോലും അറിയാതെ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരുടെ ആ വിശ്വാസം, അവരുടെ ആ ഭയങ്കരമായ വിശ്വാസം കൊണ്ടാണ് അവർ ദൂരത്ത് നിന്നാണെങ്കിലും അതൊങ്ങല് തൊട്ട് സൗഖ്യമായത്. അതൊരു വലിയൊരു അത്ഭുതം തന്നെയാണ്. അതെ അതെ അല്ലേ? അതെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ചോദ്യം: ആദാം മുതൽ നോഹ വരെ എത്ര തലമുറയാണ്? ആദാം മുതൽ നോഹ വരെ എത്ര തലമുറയാണ്? ഇത് വളരെ സിമ്പിളാണ്. പണ്ടൊക്കെ നമ്മൾ സൺഡേ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ആദാം മുതൽ നോഹ വരെ എത്ര തലമുറയാണെന്നും തലമുറയെ കുറിച്ചൊക്കെയാണ് നമ്മൾ ആദ്യത്തെ കുറച്ച് ക്ലാസ്സുകളിൽ പഠിക്കുന്നത്. ചെറിയ തലമുറയാണ്, ചെറിയ, വളരെ സിമ്പിളാണ്. അതെ, 1 തൊട്ടൊരു 10 10 11 ആണെന്ന് തോന്നുന്നു. 10 ആയിരിക്കണം അല്ലേ?
പറഞ്ഞോളൂ. കറക്റ്റാണ്, ആണോ? കറക്റ്റാണ്, Correct ആണോ? കറക്റ്റാണ്. 10 തന്നെയാണോ? 10 തന്നെയാണ്. അത് ശരി. അപ്പോൾ ആൻസർ കറക്റ്റാണ് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, 10 കേട്ടോ ആൻസർ. ശരി. ഓക്കെ ഓക്കെ, എന്തായാലും ആൻറ്റി വിളിച്ചതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. ഓക്കെ താങ്ക് യു. ഓക്കെ, ഇപ്പോൾ തിരുവല്ലയിൽ നിന്നും സാറ ആൻറ്റിയാണ് വിളിച്ചത്. ആൻറ്റി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു, ഒരു പാട്ട് പാടി, നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മോശയെക്കുറിച്ചാണ്. അങ്ങനെ ഇസ്രായേൽ മക്കളും മോശയുമായിട്ട് ആ സീനായ് മലയുടെ താഴെ നിൽക്കുകയായിരുന്നു. ഈ ഒരു സമയത്താണ് ആ കൽപ്പനകളെക്കുറിച്ചും ദൈവത്തിൻ്റെ അടുക്കൽ പോയി പ്രാർത്ഥിക്കുകയും ഒക്കെ മോശ ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ പോയി ആ സീനായ് മലയുടെ മുകളിലെത്തിയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനു മുൻപ് മോശ 3 ദിവസം തന്നെ ശുദ്ധീകരിക്കണം. അങ്ങനെ വളരെയധികം ശുദ്ധീകരിച്ചു, തൻ്റെ മനസ്സുകൊണ്ടും ശരീരവും ഒക്കെ ശുദ്ധീകരിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ അടുക്കലേക്ക് മോശ പോവുകയാണ്. നമ്മൾ ഇന്നത്തെ കാലത്തെ പോലെയല്ല, ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ ദൈവത്തിന് അത്രത്തോളം നമ്മൾ ഇന്ന് കൊടുക്കുന്നതിനേക്കാളും ഉപരി പ്രാധാന്യം നൽകിയിരുന്നു. ദൈവസന്നിധിയിൽ പോകുന്ന ഓരോ നിമിഷവും അവർ തന്നെ അത്രത്തോളം ശുദ്ധീകരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ മോശ 3 ദിവസവും വളരെയധികം ശുദ്ധിയോടുകൂടി ഇരുന്നതിന് ശേഷമാണ് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത്. മോശയെ പോലെ തന്നെയാണ് ഇസ്രായേൽ മക്കളും ആ പർവ്വതത്തിൻ്റെ കീഴിൽ ശുദ്ധിയോടുകൂടി ഇരിക്കുവാൻ പറഞ്ഞതിന് ശേഷം, അങ്ങനെ ദൈവം പറഞ്ഞ നിബന്ധനകളൊക്കെയും അനുസരിച്ചതിന് ശേഷമാണ് ഈ സീനായ് മലയുടെ മുകളിലേക്ക് മോശ പോകുന്നത്. ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥനയോടെ ഇരുന്നു, അത്രത്തോളം ദൈവത്തിൻ്റെ അടുക്കലിരുന്നതിന് ശേഷമാണ് ഈ കൽപ്പനകൾ മോശയ്ക്ക് ലഭിക്കുന്നത്. അത് വെറും 1 ദിവസമോ 2 ദിവസമോ കൊണ്ടല്ല, നീണ്ട 40 നാൾ മോശ ആ സീനായ് മലയുടെ മുകളിലായിരിക്കും. അങ്ങനെ 40 നാൾ മോശ സീനായ് മല മുകളിലിരുന്നു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, തൻ്റെ ജനങ്ങളെ ഓർത്തു. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് ദൈവം ആ 10 കൽപ്പനകൾ മോശയ്ക്ക് എഴുതി കൊടുക്കുന്നത്. അങ്ങനെ ഈ 10 കൽപ്പനകൾ ലഭിച്ചു, അതിൻ്റെ സന്തോഷം മോശയ്ക്കുണ്ട്. പക്ഷേ ഈ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക എന്നതാണ് തൻ്റെയും ആ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം. അതൊക്കെയും ചിന്തിച്ചുകൊണ്ട് മോശ തൻ്റെ ജനങ്ങളോട് പറഞ്ഞിട്ട് പോയ ഒരു കാര്യം തന്നെയാണ്, അവർ വീണ്ടും ശുദ്ധിയോടുകൂടി അവിടെ ഇരിക്കും എന്നൊരു ചിന്തയോടുകൂടി മോശ ആ സീനായ് മലയുടെ താഴ്വാരത്തേക്ക് ഇറങ്ങി വരുമ്പോൾ മോശ അവിടെ കാണുന്നത് മറ്റൊരു കാഴ്ചയാണ്. തൻ്റെ ജനങ്ങൾ താൻ പറഞ്ഞ ഓരോ കാര്യത്തിനും എതിരായിട്ടാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. താൻ എന്തൊക്കെയാണോ പറഞ്ഞിട്ട് പോയത്, ശുദ്ധിയായിട്ടിരിക്കുവാനും എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് പോയതിന് എതിരായിട്ടാണ് അവിടെയുള്ള ജനങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രവൃത്തിയിൽ മോശയ്ക്ക് വളരെയധികം ദേഷ്യം വന്നു. കാരണം മോശയ്ക്കത് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു. അങ്ങനെ ദൈവം എഴുതി നൽകിയ കൽപ്പനകളാണ് എന്ന് പോലും ചിന്തിക്കാതെ ആ കൽപ്പനകളെല്ലാം മോശ ഉടച്ചു കളയുകയായിരുന്നു. അതിൽ വീണ്ടും മോശയ്ക്ക് വളരെയധികം ദുഃഖമായി. കാരണം ദൈവം താൻ 40 ദിവസം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചൊക്കെ നേടിയതാണ് ആ കൽപ്പനകൾ. പക്ഷേ അത് ഉടച്ചു കളയേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു. അതിന് താനും കൂടെ കാരണക്കാരനാണ്. അതുപോലെ തന്നെയാണ് ഈ ഇസ്രായേൽ ജനവും താൻ പറഞ്ഞതിന് എതിരായിട്ട് വീണ്ടും പ്രവർത്തിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ, താൻ എഴുതിക്കൊണ്ടുവന്ന കൽപ്പന എന്താണോ അതിനെതിരായിട്ടാണ് അവർ പ്രവർത്തിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഓരോന്നും ചിന്തിച്ച് മോശയ്ക്ക് വീണ്ടും വളരെയധികം ഭാരമുണ്ടായി. അങ്ങനെ വീണ്ടും മോശ തൻ്റെ തെറ്റേറ്റു പറഞ്ഞതിന് ശേഷം വീണ്ടും ഈ സീനായ് മലയുടെ മുകളിലേക്ക് പോവുകയാണ്. താൻ ആദ്യം എത്തിയതുപോലെ തന്നെ വീണ്ടും അവിടെ എത്തി പ്രാർത്ഥിച്ചു. ഒരുപാട് നാൾ ഇരുന്നു പ്രാർത്ഥനയും ദൈവത്തോടിരുന്ന് സംസാരിച്ച് ഒടുവിൽ വീണ്ടും രണ്ടാമതാണ് നമ്മൾ പഠിക്കുന്ന ബൈബിളിലുള്ള ഈ 10 കൽപ്പനകളും ദൈവം വീണ്ടും മോശയ്ക്ക് നൽകുന്നത്. ആ 10 കൽപ്പനകളാണ് ഇപ്പോൾ നമ്മൾ ബൈബിൾ പഠിച്ചു തുടങ്ങുന്ന ഓരോ വ്യക്തികളും, വിശ്വാസത്തിലേക്ക് വരുന്ന ഓരോ വ്യക്തികളും ഇപ്പോഴും ആചരിക്കുന്നത്. ആ 10 കൽപ്പനകൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഈ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെയാണ് നമുക്ക് മരണശേഷം നമ്മുടെ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് ഓരോ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റവും അനുഗ്രഹമായി തീരും. നമ്മുടെ ആത്മീയ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ 10 കൽപ്പനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട
ഒരു കാര്യമായിട്ട് നമ്മൾ ഇന്നും ഓരോ ക്രിസ്തീയ സമൂഹത്തിലുള്ള എല്ലാവരും ഈ 10 കൽപ്പനകളെ വിശ്വസിക്കുന്നുണ്ട്. നമുക്കിനി അവസാനമായിട്ടൊരു കോൾ വരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് അനീഷ് എന്നാണ്. അനീഷ്. അനീഷ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ കാട്ടാക്കടയിൽ നിന്നാണല്ലേ? ഓക്കെ, തിരുവനന്തപുരം ജില്ലയാണല്ലേ? അതെ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? വീട്ടില് ഞാൻ, അച്ഛൻ, അമ്മ. അച്ഛനും അമ്മയല്ലേ? ഓക്കെ, അനീഷ് വർക്ക് ചെയ്യുവാണോ? ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യില്ല. ഞാൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ വെറുതെ ഇരിക്കുക. ആണല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അദോനിയാവിൻ്റെ മാതാവ് ആരായിരുന്നു? ക്വസ്റ്റ്യൻ ചോദിക്കൂ. അദോനിയാവിൻ്റെ മാതാവ് ആരായിരുന്നു? അദോനിയാവിൻ്റെ മാതാവ്. ഹഗ്ഗീത്ത്. അതെ അതെ, ഹഗ്ഗീത്ത്. കറക്റ്റാണ് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം. ശെഫത്യാവിൻ്റെ മാതാവ് ആരായിരുന്നു? ശെഫത്യാവിൻ്റെ മാതാവ് ആരായിരുന്നു? ശെഫത്യാവിൻ്റെ മാതാവ്. അതെ അതെ, കറക്റ്റാണ്. അബീദാൽ. ഓക്കെ, അബീദാൽ. ഓക്കെ, ഈ ദിനവൃത്താന്തത്തിന്റെ പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം ഇതാണ്. ഇത്രയാമിന്റെ മാതാവ് ആരായിരുന്നു? ആരാണ്? അതെ അതെ, എഗ്ല. കറക്റ്റാണ്. ഇനി അനീഷിന് ബൈബിളിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയാമോ? കഥാപാത്രം എനിക്ക് അബ്രഹാമിനെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അബ്രഹാമിനല്ലേ? അതെ. എന്തുകൊണ്ടാണ് അബ്രഹാമിനെ ഇഷ്ടം? ദൈവകൽപ്പന അതുപോലെ അനുസരിച്ച് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കുന്നു. അതെ അതെ, അബ്രഹാമിന്റെ ആ ഒരു വിശ്വാസമാണല്ലേ? അതെ അതെ, അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികളുടെ പിതാവെന്ന് അബ്രഹാമിനെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം ഇതാണ്. ഹെബ്രോനിൽ ദാവീദ് എത്ര വർഷം രാജാവായി വാണു? ഹെബ്രോനിൽ ദാവീദ് എത്ര വർഷം രാജാവായി വാണു? 7 വർഷം. 7 വർഷം, അതിനോടൊപ്പം ഒരു 6 മാസം കൂടിയാണ് കേട്ടോ. 6 മാസം. അതെ അതെ, ആൻസർ കറക്റ്റാണ്. 7 വർഷവും 6 മാസവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടേ. ഓക്കെ, എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും ഇടയ്ക്ക് വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ കാട്ടാക്കടയിൽ നിന്നും അനീഷാണ് വിളിച്ചത്. അനീഷ് എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അബ്രഹാമിനെ കുറിച്ച് സംസാരിച്ചു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് ആ 10 കൽപ്പനയെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 10 കൽപ്പനകൾ. നമ്മുടെ മാതാപിതാക്കളെ എങ്ങനെ ബഹുമാനിക്കണം, അതുപോലെ തന്നെയാണ് ഏകദൈവത്തെ മാത്രമേ പ്രാർത്ഥിക്കാവൂ. അങ്ങനെ നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരോടും, നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മുടെ അയൽക്കാരോട് നമ്മൾ ദൈവത്തോട് എങ്ങനെ ആയിരിക്കണം, ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളുമാണ് ഈ 10 കൽപ്പനകൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ തന്നെ ഈ കൽപ്പനകളെ ഒത്തിരി രീതിയിൽ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. വചനങ്ങളിൽ ഒരുപാട് രീതികൾ വിഭജിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ ഈ 10 കൽപ്പനകളും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഗ്രഹിച്ച് ഈ കൽപ്പനകൾ അനുസരിച്ച് മുൻപോട്ട് പോയാൽ ഈ ലോകത്തിൽ മാത്രമല്ല, നമുക്ക് ഇനിയുള്ള ലോകത്തിലും നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റവും അനുഗ്രഹമായി തീരും. ഏതായാലും വചന സമീക്ഷയുടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.